എക്സ്ക്ലൂസീവായിട്ട് മണി മാനിഫെസ്റ്റേഷനെ കുറിച്ചും ബ്ലോക്സിനെ കുറിച്ചും സംസാരിക്കാൻ പോവാണ്. എന്താണ് മണി എന്ന് നമ്മൾ അറിയണം, എന്നിട്ട് നമുക്ക് മണി ബ്ലോക്ക് പറയാം. മണി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫ്രീക്വൻസി. നമുക്ക് എന്താ പൈസ ഇല്ലാത്ത കാരണം നമുക്ക് വേണ്ടാത്തോണ്ടാ. നന്മയുള്ളിടത്തേ പൈസ വരുള്ളൂ. അയ്യോ, പൈസ ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ നന്മ. അപ്പോഴും അയാൾക്കല്ല പ്രശ്നം, പൈസയ്ക്ക് പ്രശ്നം. നമ്മൾ മണി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് വരെ അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മളൊരു വലിയേട്ടൻ കളിക്കാൻ നോക്കും, ഒരു ബിഗ് ബ്രദർ ആവാൻ നോക്കും, ഒരു ഫാദർ ഫിഗർ അവിടെ ആവാൻ നോക്കും. അതായത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് അവർ ഇൻസെക്യൂരിറ്റി. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് വി ഹാവ് എ ലോട്ട് ഓഫ് മണി. ഇവർ കൂട്ടി വയ്ക്കും. ആൻഡ് ഷിബ്ല പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് ഇവർ നല്ല കാശുകാരായിരിക്കും, പക്ഷെ അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. ലിമിറ്റിംഗ് ബിലീഫ്, കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടുള്ളൂ. ഒരു നിർബന്ധമില്ല. യൂണിവേഴ്സ് ഇസ് ആക്ച്വലി പേയിങ് ഫോർ മൈ എക്സിസ്റ്റൻസ്. അവിഹിതം എന്ന് പറയുന്നത് സീക്രട്ട് അഫെയർ ആണല്ലോ. നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? നമ്മളെ ഒരു കീപ്പായിട്ടോ സീക്രട്ടായിട്ടോ ഒരാൾ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. സെയിം അപ്ലൈസ് ടു മണി, ഇറ്റ്സ് എനർജി. രണ്ടാമത്തെ കാര്യം, നമുക്കത് ഈസിലി ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബിക്കോസ് മണി ഈസ് എ ഫ്ലോ. ബിസിനസ്സുകാരുടെ കയ്യിലല്ലേ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത്. കണ്ണു വെക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അതാണ് മെയിൻ ആൾക്കാർക്ക് പേടി പറയാം. ഭയങ്കര വിനയം കാണിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് പൈസ ഉണ്ടെന്ന് പറയാൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണി മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്, മണി ബ്ലോക്കിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എക്സ്ക്ലൂസീവായിട്ട് മണി മാനിഫെസ്റ്റേഷനെ കുറിച്ചും ബ്ലോക്സിനെ കുറിച്ചും എങ്ങനെ ബ്ലോക്സ് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചും സംസാരിക്കാൻ പോവാണ്. യെസ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ലാസ്റ്റ് പോഡ്കാസ്റ്റ് കണ്ടിട്ട് എന്നോട് ചോദിച്ചത് എക്സ്ക്ലൂസീവായിട്ട് മണി മാനിഫെസ്റ്റേഷനെ കുറിച്ച് സംസാരിക്കണം. എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഞാനൊരു നോർമൽ സാധാരണ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ ആളാണ്. പക്ഷേ എനിക്കിങ്ങനെ ജനറേഷനലി കുറേ വെൽത്തോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട പോലെ ജീവിക്കണം. എനിക്കിഷ്ടമുള്ള ഫ്രീഡത്തിൽ എനിക്കിപ്പോൾ ഇന്നൊരു സ്ഥലത്ത് തോന്നിയാൽ പോകാൻ പറ്റുന്ന പോലെ, ഇന്നൊരു സാധനം എനിക്ക് വാങ്ങാൻ പറ്റിയാൽ വാങ്ങാൻ പറ്റുന്ന പോലെ, എനിക്ക് പെട്ടെന്ന് ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിനോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് ചെയ്യാൻ പറ്റുന്ന പോലെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ സാധാരണ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ആളാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക? അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണ് മണി എന്ന് നമ്മൾ അറിയണം, എന്നിട്ട് നമുക്ക് മണി ബ്ലോക്ക് പറയാം. സോ മണി എന്താണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ധാരണയില്ല. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നില്ല, അത് സത്യം തന്നെയാണ്. അപ്പോൾ മണി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫ്രീക്വൻസി. കുറേ ഫ്രീക്വൻസികളുടെ, കുറേ എനർജിയുടെ ഒരു കൂട്ടായ്മയാണ് മണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അൺകണ്ടീഷണൽ ലവ്, അത് ഒറ്റ ഫ്രീക്വൻസിയാണ്. ആ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത സ്നേഹം. അല്ലെങ്കിൽ പീസ് എന്ന് പറയുന്നത് ശാന്തം, സമാധാനം, അതാണ് പീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണി അങ്ങനെ ഒരു എനർജി അല്ല. മണി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവർ കപ്പാസിറ്റി, യുവർ ക്രിയേറ്റിവിറ്റി, യുവർ പാഷൻ, യുവർ ടൈം, യുവർ കോൺഫിഡൻസ്, എവ്രിതിങ് മാറ്റേഴ്സ്. ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ടൈനി മൈനി കൈൻഡ് ഓഫ് എനർജീസ് കൂടുന്ന ഒരു ഫ്രീക്വൻസിയാണ് മണി. അപ്പോൾ ഈ മണി ഇതാണെന്ന് മാത്രം മനസ്സിലാക്കി ഇതുകൊണ്ട് കാര്യമില്ല. മണിയിലേക്ക് ഉള്ള ബ്ലോക്സ് എന്താണ്, മണിയുടെ പ്രശ്നം എന്താണ്, നമുക്കെന്താ പൈസ ഇല്ലാത്ത കാരണം നമുക്ക് വേണ്ടാത്തോണ്ടാ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആൻസർ അല്ലേ? നമുക്ക് വേണ്ടാത്തോണ്ടെന്ന് പറയുമ്പോൾ പൈസ വേണ്ടാത്ത ആൾക്കാരുണ്ടോ? മണി ബാനിനോട് വിളിച്ചിട്ട് ചോദിച്ചാലും വേണോന്ന് പറയും. അപ്പോൾ പക്ഷെ ഇത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, വെറും 5% മാത്രമുള്ള കോൺഷ്യസ് മൈൻഡിന്റെ ആഗ്രഹമാണ് ഈ പൈസ വേണമെന്ന്. സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താ കിടക്കുന്നതെന്ന് നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അതായത് മണിക്ക് അങ്ങനെ ഇന്ന സ്ഥലം, നമ്മളുടെ ഒരു ആദ്യത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് നന്മയുള്ളിടത്തേ പൈസ വരുള്ളൂ. അയ്യോ, പൈസ ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ നന്മ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വലിയ വലിയ കള്ളന്മാർക്കൊന്നും പൈസ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ കള്ളന്മാരെന്ന് വിളിക്കുന്നവരെല്ലാവർക്കും കാശുള്ളവരായിരിക്കും. അപ്പോൾ അത് വെറുതെ പറയുന്നതാണ്. എന്നാൽ പോലും പൊതുവെ അങ്ങനത്തെ ഒരു ബിലീഫ്, അതായത് ഒരുപാട് പൈസ ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ അതൊരു കള്ളത്തരത്തിൽ കൂടെ ആണ് എന്നുള്ള. അതിന് ഞാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഞാൻ റിലയൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നീത് അംബാനിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന എന്താ, അതായത് ധീരുഭായ് അംബാനി അവരുടെ അപ്പൻ ഉണ്ടാക്കിയേക്കുന്ന, അതായത് ഒരു ജനറേഷൻ കൊണ്ടാണ് അവർ ഇത്രയും വെൽത്തി ആയത്. അല്ലാതെ അവർ ഒരുപാട് ജനറേഷൻസ് ആയിട്ട് ഫാമിലി വെൽത്തുള്ള ആൾക്കാരല്ല. സോ ഇവർക്ക് ഇങ്ങനെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കള്ളത്തരം, അവർ ഭയങ്കര കള്ളന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ ഭയങ്കര അല്ല. അതാണ് മെയിൻ കോൺസെപ്റ്റ്. എങ്ങനെയും ആയിക്കോട്ടെ, താങ്കൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ?
ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അവർ കട്ടുകൊണ്ട് ഉണ്ടാക്കിക്കോട്ടെ, അവർ നന്നായിട്ട് ഉണ്ടാക്കിക്കോട്ടെ, അവർ വളരെ മോശപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിക്കോട്ടെ, നമുക്ക് പറ്റുമോ? ദെൻ ഇറ്റ്സ് എ കപ്പാസിറ്റി. കപ്പാസിറ്റി, അതൊരു കപ്പാസിറ്റിയാണ്. അതിനൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, Capability. എവറിത്തിങ് മാറ്റേഴ്സ്. അപ്പോൾ നമുക്കതിന് പറ്റുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ എന്തിനാ ഈ കുറ്റം പറയുന്നേ? നമുക്കതിന് പറ്റുമോ? കള്ളത്തരത്തിലാണെങ്കിലും നല്ലതിലാണെങ്കിലും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടാത്തതുകൊണ്ടാണ് നമുക്ക് പൈസ കിട്ടാത്തത്. അപ്പോൾ നമ്മൾ ചോദിക്കും പൈസ എന്താ വേണ്ടാത്തേ, ആർക്കാ വേണ്ടാത്തേ? എക്സാമ്പിൾ, നമുക്ക് ജീവിച്ചു പോകാനുള്ള പൈസ മാത്രം മതി, നമുക്കതിൽ കൂടുതലൊന്നും വേണ്ട. മണി വരില്ല, ബിക്കോസ് യു ആർ നോട്ട് വെൽക്കമിങ്. ഇത് സബ്കോൺഷ്യസ്ലി അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ കോൺഷ്യസ്ലി പോലും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു യൂട്യൂബറിൻ്റെ, ഒരു വ്ളോഗറിൻ്റെ, ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഒരാളുടെ ഒരു വീഡിയോ കണ്ടു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ്റെ കുട്ടിമകൻ, ഒരു 5-8 വയസ്സുള്ളൊരു പയ്യൻ, അവനെയും കൊണ്ടും പോകുന്നുണ്ട് ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ആ പയ്യനോട് ഈ വ്ളോഗർ പറയാണ്, മോനെ നമുക്ക് ജീവിച്ച് പോകാനുള്ള പൈസയൊക്കെ മതി കേട്ടോ, നമുക്ക് കുറേ പൈസയൊന്നും വേണ്ടടാ, പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇത് ഇങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ജീവിച്ചു പോകാനുള്ള കാശൊക്കെ മതി. ബിക്കോസ് നമ്മളെന്തോ ഒരു ഡേഞ്ചറിനെയും കൂടെ കൂടുതൽ പൈസ അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. അതുപോലെ മണി എന്ന് പറഞ്ഞ അഹങ്കാരമാണെന്ന് ചിന്തിക്കുന്ന. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രോബ്ലം ഒരു നമ്മളെക്കാളും കുറച്ചുകൂടെ ഒരു വെൽതി ആയിട്ടുള്ള ഒരാളായിട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ പറയും കാശുള്ളതിൻ്റെ അഹങ്കാരം. അപ്പോഴും അയാൾക്കല്ല പ്രശ്നം, പൈസയ്ക്ക് പ്രശ്നം. മനസ്സിലായപ്പോൾ നമുക്ക് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി നമ്മളുടെ ഒരു ബിലീഫാണ് മണി ഈസ് എ ത്രെറ്റ്. അൺനോയിങ്ങിൽ. അതിന് വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു സൈക്കിളുകാരൻ, ആ സൈക്കിളുകാരൻ റോഡ് സൈഡിൽ നിൽക്കുവാണ്, വെറുതെ നിൽക്കുവാണ്. അവിടെ ഒരു പാവപ്പെട്ട ഒരു ഓട്ടോക്കാരൻ അറിയാതെ വന്നിടിച്ചു, ആക്സിഡൻറ്റ് സംഭവിച്ചു. പക്ഷേ ആ സൈക്കിളിനോ ഒന്നും പറ്റിയില്ല, അയാൾക്കൊന്നും പറ്റിയില്ല, പക്ഷെ ഇടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഈ ഓട്ടോക്കാരൻ ഇറങ്ങി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് മാക്സിമം സോൾവ് ആയി പോവും. അപ്പോൾ ദേഷ്യപ്പെടുന്നവരുണ്ടാവും, പക്ഷെ എന്നാലും ഒന്നും പറ്റിയില്ലല്ലോ. അപ്പം നാട്ടുകാർ ഇടപെട്ടാൽ പോലും അവിടെ ഒന്നും സംഭവിച്ചില്ല. അപ്പം പിന്നെ കുഴപ്പമില്ലാതെ അതിനെ അങ്ങ് വിടും. അതേ സമയത്ത് ഈ സെയിം സൈക്കിളുകാരൻ്റെ അവിടെ ഒരു BMW അല്ലെങ്കിൽ ഒരു മെഴ്സിഡീസ് ഈ ഒരു കാറാണ് ഇടിക്കുന്നതെങ്കിലോ, സീൻ മാറി, ഒന്നും സംഭവിച്ചില്ല. ഈ വണ്ടി ഇടിച്ചു എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല. നാട്ടുകാരിടപെടും, പ്രശ്നം ഉണ്ടാക്കും. വൈ? നിനക്ക് കുറേ പൈസ ഇല്ലേ, നീ കൊടുക്കടാ, നീ പൈസ കൊടുക്ക്, അപ്പോൾ ഇത് എടുക്കൂ, ഇത് തന്നോളൂ. അതായത് വളരെ ലാക്കിലാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് പൈസ കിട്ടണം. അപ്പോൾ സബ് കോൺഷ്യസ്ലി നമ്മുടെ മൈൻഡിന് എന്താ ഫീൽ ചെയ്യുന്നതെന്നറിയോ? മണി ഈസ് എ ത്രെറ്റ്. അവന് പൈസ ഉള്ളത് കൊണ്ടല്ലേ അവന് ഈ ബുദ്ധിമുട്ടുണ്ടായത്. പൈസ ഇല്ലാതിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ ഒരു നോർമൽ കാറിലാണ് വരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അതേസമയത്ത് കുറച്ചൊരു ഹൈ എൻഡ് വണ്ടിയിൽ വന്നപ്പം അവിടെ പ്രശ്നമായി. നാട്ടുകാർ തന്നെ ഇടപെടും, പ്രശ്നം ഉണ്ടാക്കും. നിനക്ക് പൈസ ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ വെച്ചാൽ മതി, നീ അത് കൂടുതൽ ഷോ ഇറക്കണ്ട, നീ കാണിക്കണ്ട. അപ്പോൾ ഈ പറയുന്ന ഓരോ ആൾക്കാരുടെ തലയിലും എന്താ, മണി ഈസ് എ ത്രെറ്റ്. അങ്ങനെയാണ് കോൺഷ്യസ്ലി അല്ല പറയണേ, സബ് കോൺഷ്യസ്ലി അവർക്ക് അങ്ങനെയുള്ള ഫീലാണ് വരുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ അയാൾക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നതും പ്രശ്നം ഉണ്ടായതുമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ നന്മയുള്ളിടത്തേ പൈസ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. നന്മയ്ക്ക് പൈസയ്ക്കും തമ്മിൽ ബന്ധമൊന്നുമില്ല. ബിക്കോസ് നന്മ എന്ന് പറയുന്നത് എന്താണ്? അവയർനെസ്സാണ്, വിസ്ഡമാണ്. നന്മയിലിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ഡം വേണം, നോളജ് പോരാ, നമ്മൾക്ക് ആ ജ്ഞാനം വേണം. ഇനി നന്മയിലിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളി, അതായത് കുറച്ചുകൂടെ നമ്മൾ കമ്പാഷൻ ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, അവിടെ കുറച്ചുകൂടെ കരുണ ഉണ്ടാവും. ഇനി മണി എന്ന് പറയുന്നത് വിസ്ഡം അല്ല, വിസ്ഡം കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമല്ല, പവറാണ്. മണി പവർ എന്നല്ലേ നമ്മൾ പറയുന്നത്. സോ വിസ്ഡവും പവറും രണ്ട് കൈൻഡ് ഓഫ് കാറ്റഗറിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ വിത്തൗട്ട് വിസ്ഡം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അതൊരു പവർ കാറ്റഗറിയിലേക്കായിരിക്കും വരിക. നമുക്ക് വിസ്ഡം ഇല്ല, മണിയാവുള്ളേ, അപ്പോൾ അതോറിറ്റി, അവിടെ അപ്പോൾ ഒരു സ്ലേവറി, ബാക്കിയുള്ളവരൊക്കെ ഞാൻ പറയുന്നത് കേട്ടോളണം എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡ് വരും. വിത്ത് വിസ്ഡം യു ക്യാൻ യൂസ് മണി വെരി ഗ്രേസ്ഫുള്ളി, ബ്യൂട്ടിഫുള്ളി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാറ്റ എന്ത് ബ്യൂട്ടിഫുള്ളി, നമുക്ക് എല്ലാവർക്കും ടാറ്റയെ വളരെ ഇഷ്ടമാണ്. അതേസമയത്ത് ഇതുപോലെ തന്നെ വേറെ കുറേ ആൾക്കാരെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് റെസനേറ്റ് ചെയ്യില്ല. പക്ഷെ ടാറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെ മനസ്സിലും ഒരു സന്തോഷമുണ്ട്, ഒരു നന്മയുണ്ട്. അപ്പോൾ വിത്ത് വിസ്ഡം വി ക്യാൻ ആക്ച്വലി യൂസ് മണി ഗ്രേസ്ഫുള്ളി, ആൻഡ് വിത്തൗട്ട് വിസ്ഡം വി വിൽ യൂസ് മണി ആസ് എ പവർ. അപ്പം മണി നന്മ തമ്മിൽ ബന്ധമില്ല.
മണി വരണം എന്നുണ്ടെങ്കിൽ നന്മ വേണം എന്നുള്ളൊരു കാര്യമില്ല. പറയില്ലേ, അതായത് ഇപ്പം എനിക്ക് ഭയങ്കര എത്തിക്സ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും, അതായത് എനിക്ക് അവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, ഐ ആം നോട്ട് ഏബിൾ ടു മേക്ക് മണി, ഇങ്ങനെയും പറയാറുണ്ട്. അതായത് അങ്ങനെയും പറയാറുണ്ട്. അതായത് ഞാൻ ഭയങ്കര നല്ല ആളായതുകൊണ്ടാണ് ഞാൻ ഭയങ്കര റിച്ച് അല്ലാത്തത്, അങ്ങനത്തെ ഒരു അതിനകത്തൊരു കുഴപ്പം എന്താണെന്നറിയോ? എഗെയിൻ അത് തിന്മ ചെയ്താലേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. യെസ്. അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഇത് ഒപ്പിക്കാതെ നമുക്ക് ഒത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതൊരു വളരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫാണ്. നേരത്തെ പറഞ്ഞ പോലെ നന്മയുള്ളിടത്തേ പൈസ വരും. ലിമിറ്റിംഗ് ബിലീഫാണ്. ഏത് മനുഷ്യനും പൈസ ഉണ്ടാക്കാം. കാരണം ഞാൻ പറയാം, പൈസ ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് യുവർ അവയർനെസ് ഓർ നന്മ. ഇനി ഷിബ്ല പറഞ്ഞതുപോലെ ഇപ്പോൾ നല്ലൊരാൾ, അയാൾക്ക് എത്തിക്സ് വിട്ട് ചെയ്യാൻ പറ്റില്ല, വേറെ എന്തെല്ലാം മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് മണിയുടെ 3 റെസ്പോൺസാണ്. മണിയുടെ അല്ല, നമ്മൾ മണിയായിട്ടുള്ള 3 റെസ്പോൺസ് പറയാം. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മളിൽ കുറേ പേര് ഈ 3 കാറ്റഗറിയിൽ നമ്മൾ 3 പേരും എല്ലാവരും പെടും. പക്ഷേ എന്നാലും ഏതെങ്കിലും ഒരെണ്ണം കുറച്ച് ഡോമിനൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് വിത്ത് ഹ്യൂമൻസ് ആൻഡ് മണി എന്ന് പറയുന്നത് ഫൈറ്റ് റെസ്പോൺസാണ്. വി ആർ ഫൈറ്റിംഗ് വിത്ത് മണി. അതെന്തുകൊണ്ടാണ് കൂടുതലും ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറുപ്പകാലത്ത് കുട്ടികളായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ കൂടെ നമ്മൾ നിന്ന സമയത്ത് പേരൻസ് എപ്പോഴും ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാമിലി എല്ലാം വളരെ റിച്ചാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഒരു പേരൻസും നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ കുറച്ചൊരു കുറഞ്ഞ ആൾക്കാരായിട്ട്. അപ്പം ഇവിടെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു അവരെല്ലാം നല്ല വണ്ടിയിൽ വരുന്നു, നമ്മളൊരു ഓട്ടോയിൽ വന്നിറങ്ങുന്നു. അപ്പം ഇതെല്ലാം ഇൻസെക്യൂരിറ്റി ഈവൻ ഫോർ എ കിഡ് ഉണ്ടാകാം. അപ്പം കുട്ടികളെ ചേർക്കുമ്പോൾ വലിയ ഹൈ എൻഡ് സ്കൂളുകളിൽ ചേർക്കും. അപ്പോൾ അവിടെ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു അനുഭവമാണ്, ആ ക്ലയൻറ്റിൻ്റെ കുട്ടിയുടെ അനുഭവമാണ്. അതായത് ഈ കുട്ടിയെ മാത്രം ബാക്കിയുള്ള ഫ്രണ്ട്സ് വിളിക്കില്ല, പാർട്ടീസിനോ അല്ലെങ്കിൽ അവരുടെ ഗെറ്റ് ടുഗെദറിനോ ഒന്നും വിളിക്കില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ യു ആർ കമ്മിങ് ഇൻ എ ഹോണ്ട സിറ്റി. കണ്ടോ? അപ്പോൾ അവിടെ ആ കുട്ടി ഇൻസൾട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും? എനിക്കും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കണം എന്നായിരിക്കും ആദ്യം വരിക. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇൻസൾട്ട് കൊണ്ടും ഇൻസെക്യൂരിറ്റി കൊണ്ടും വളരുന്ന ആളുകൾ, നമ്മളെല്ലാം പല രീതിയിലൊക്കെ അങ്ങനെ വളർന്നിട്ടുള്ള ആൾക്കാരായിരിക്കും, പോയിന്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും മണിയായിട്ട്. അപ്പോൾ അവരുടെ ട്രീറ്റ്സ് ആണ്, ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഐ വിൽ പേ ദ ബിൽ. നമ്മളൊരു വലിയേട്ടൻ കളിക്കാൻ നോക്കും, ഒരു ബിഗ് ബ്രദർ ആവാൻ നോക്കും, ഒരു ഫാദർ ഫിഗർ അവിടെ ആവാൻ നോക്കും. അതായത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് അവർ ഇൻസെക്യൂരിറ്റി, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് വി ഹാവ് എ ലോട്ട് ഓഫ് മണി. അതുകൊണ്ടല്ല, നമ്മളുടെ ഇൻസെക്യൂരിറ്റിയാണ്, ഞാൻ കൊടുത്തോളാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 4-5 പേരായിട്ട് റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് സ്ട്രെസ്സാണ്, അതായത് എനിക്ക് കാണിക്കണം എനിക്കിതിന് പറ്റും. എൻ്റെ ഒരു ക്ലയൻറ്റ് ചെയ്ത കാര്യമാണ്, ലോൺ എടുത്ത് നല്ലൊരു തുക ലോൺ എടുത്ത് അടിച്ചു പൊളിച്ച് ആർഭാടമായിട്ട് കല്യാണം കഴിച്ചു. ബാക്കിയുള്ള തുകയും കൊണ്ട് അവർ സുന്ദരമായിട്ട് ജീവിച്ചു. ഇപ്പോഴും ആൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും ലോൺ എടുത്തിട്ട് കല്യാണം ഓക്കെ മനസ്സിലാക്കാം, പക്ഷേ ജീവിക്കുന്നതും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻസെക്യൂരിറ്റി. എനിക്ക് ആളുകളുടെ മുമ്പിൽ കാണിക്കണം. ആ ഒരു ഫൈറ്റ് റെസ്പോൺസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണത്. കാരണം എനിക്ക് ഇവിടെ ഒരു സ്ഥാനം വേണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ ചിലപ്പോൾ വലിക്കുവാണ്. That's what you meant by fight. യെസ്. അതായത് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആ മണിയുടെ ഇത് പവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. സോ യു ആർ ഫൈറ്റിംഗ് വിത്ത് മണി ബിക്കോസ് ഓഫ് യുവർ ഇൻസെക്യൂരിറ്റി. അപ്പം ഇതിന് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുക ഏതൊക്കെ ഇൻസെക്യൂരിറ്റിയാണ്, എവിടെ നിന്നൊക്കെയാണ് ഇത് വരുന്നതെന്നുള്ളത്. അപ്പം ഈ വ്യക്തി വളരെ, അതായത് എന്തോരം പൈസ ഉണ്ടാക്കിയാലും ഇവർക്ക് ഈ ഇൻസെക്യൂരിറ്റി കാരണം ഇവരിങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കും. ഇപ്പം വീട്ടിലൊരു ഫംഗ്ഷൻ വന്നു, ഞാൻ 10 പവൻ തന്നേക്കാം. അതായത് അവർക്ക് ആ പേര് വേണം, അതാണ് അവർ ലാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ പേരും സ്ഥാനവും വേണം. അപ്പോൾ അതാണ് അവരുടെ മണികൊണ്ട്, മണി ഇല്ലാത്തത് കൊണ്ട് അനുഭവിച്ചതിൻ്റെ ഓപ്പോസിറ്റ് അവർക്ക് ഫീൽ ചെയ്യണം. അവർ ഈ ലാക്ക് നികത്താൻ വേണ്ടി എന്തോരം ശ്രമിച്ചാലും ഇവർക്കിത് നികലില്ല. അതിൻ്റെ റീസൺ ഇവരുടെ ഇൻറ്റൻഷൻ ഈസ് കമ്മിങ് ഫ്രം ദ പ്ലേസ് ഓഫ് ഇൻസെക്യൂരിറ്റി. അത് അവയർനെസ് കൊണ്ടല്ല ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ റെസ്പോൺസാണ് ഫ്ലൈറ്റ് റെസ്പോൺസ്. അപ്പോൾ ഫൈറ്റ് കഴിയും, ഇനി ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഫ്ലൈറ്റിൽ പേടിയാണ്. ഇതും നമുക്ക് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് കൂടുതൽ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ വരുന്ന കാറ്റഗറി ഫ്ലൈറ്റ് ആണ്. ഇവർക്ക്
ചെറുപ്പത്തിലെ മുതലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യുവർ പേരൻസ് ആർ ഓൾവേസ് ടെല്ലിങ് ദാറ്റ് നമുക്ക് കാശില്ല, നമുക്ക് പൈസ ഇല്ലാത്തവരാ, നമുക്ക് പൈസ ഇല്ല, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. അതായത് നമ്മൾ കുട്ടികളായിരുന്നപ്പോഴേ കേട്ട് വളർന്നേക്കുന്നത് നമുക്കില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർക്ക് പേടിയാ മണിയായിട്ട്. അയ്യോ തീർന്നു പോകുമോ, മനസ്സിലായോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കില്ലേ. അപ്പോൾ ഇവർക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലായിട്ടും തീർന്നു പോകുമെന്ന് പേടിച്ച് ഇവർക്ക് നെർവസ് സിസ്റ്റം എക്സോസ്റ്റഡ് ആവാൻ തുടങ്ങും. കാരണം ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും പൈസ കുറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവർക്ക് സ്ട്രെസ്സാവും, ഇവരുടെ ടെൻഷനാവും. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണത്. നോക്കിയാൽ മതി, നമ്മുടെ കയ്യിൽ പൈസ കുറയുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് പയ്യെ സ്ട്രെസ്സും ടെൻഷനും വന്നു തുടങ്ങും. ഇവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സ്ട്രെസ്സും ടെൻഷനും വരുമ്പോൾ സാധാരണ മനുഷ്യർ ഓക്കെ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതനുസരിച്ച് പോകും. ഈ ഫ്ലൈറ്റിലുള്ള ആൾക്കാർക്ക് ഉള്ള പ്രശ്നം ഇമോഷണൽ ഷോപ്പിംഗ്. നേരെ ചെന്നിട്ട് ഇവർ സ്പെൻഡ് ചെയ്യും. ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഈ കഴിക്കാൻ നോക്കും, നിറയ്ക്കണം. ഇമോഷണൽ ഷോപ്പിംഗ് ക്യാൻ ബി വിത്ത് ഓർ വിത്തൗട്ട് മണി. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കാണുന്ന ബാക്ക് ടു ബാക്ക് റീൽസ് കാണും. ഇതിന് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ കുറേ കഴിക്കണം, ഫുഡ് കഴിക്കണം, സ്വീറ്റ്സ് കഴിക്കണം, ചോക്ലേറ്റ്സ് കഴിക്കണം, ഫാൻസി റെസ്റ്റോറൻറ്റിൽ പോകണം, അല്ലെങ്കിൽ കുറേ ഇവരുടെ എന്തൊക്കെയാണോ ഇവരുടെ ഇഷ്ടങ്ങൾ, കുറേ ചെരുപ്പുകൾ വാങ്ങിക്കണം, കുറേ ബാഗ്സ് വാങ്ങിക്കണം, കുറേ പെർഫ്യൂംസ് വാങ്ങിക്കണം. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ആ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവരെന്ത് ചെയ്യും, ഷോപ്പിങ്ങിന് പോകും. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്നതല്ല പ്രശ്നം, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ച് വെക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു ബാഗ് നിറയെ സാധനങ്ങളായിരിക്കും. ഇവർ അങ്ങനെയാണ് ഒരു ആശ്വാസം അതിനകത്ത് കണ്ടെത്തുന്നത്. ഇൻസെക്യൂരിറ്റി ഫ്ലൈറ്റാണ്, അത് വെച്ചിട്ട് ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്നും അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഞാനും സിബ്ലിങ്സാണ്. ഷിബ്ല നമ്മുടെ പേരൻസിന് ഒരു 25K ആണ് പെർ മന്ത് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ അതിനുള്ള ആസ്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നത് ഒരു 10K ആയിരിക്കും. അപ്പോൾ ആ 10K എങ്ങനെ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ 25 തന്നെ എങ്ങനെയെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കൊടുക്കാൻ നോക്കാം. ഈ 10Kയിലുള്ള ആൾക്കാർ അത് കൊടുക്കാൻ വരെ അവർക്ക് പ്രയാസമാണ്. അത് കൊടുക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ടെൻഷനാണ്. ഇത് തീരുവല്ലേ, അല്ലെങ്കിൽ ഇനി എനിക്ക് കിട്ടുമോ, ഇത് വെറുതെ പോവുകയാണോ. അതായത് പിശുക്കെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇവർക്ക് ഇൻസെക്യൂരിറ്റി വിത്ത് മണിയാണ് ഓൾവേസ്. ഇനി ഉണ്ടാവില്ല എന്നുള്ള പേടി. അതാണ് എനിക്ക് ഈ പിശുക്കിനെ പറ്റി പറയുമ്പോഴേ നമ്മളോട് എല്ലാവരോടും ഇപ്പം എൻ്റെ പാരൻസ്, ഹസ്ബൻഡ്, എല്ലാ പാരൻസ് എപ്പോഴും എന്താ പറയാന്ന് വെച്ചാൽ 10 രൂപ കിട്ടിയാൽ 1 രൂപയെ അല്ലെങ്കിൽ 2 രൂപയെ സ്പെൻഡ് ചെയ്യാവും. പൈസ നമ്മളെടുത്തുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര സമാധാനം. അപ്പം നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്നൊന്നും അങ്ങനെ തോന്നില്ല. അങ്ങനെ നമ്മളെപ്പോഴും പഠിപ്പിച്ചിരിക്കുന്ന പൈസ പോകുമ്പോൾ വിഷമിക്കാൻ പൈസ, അതായത് ഇപ്പം എനിക്ക് 10 രൂപ വന്ന് 8 രൂപ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ എനിക്കതൊരു വിഷമമാണ്. അയ്യോ 2 രൂപയേ ഉള്ളൂ എൻ്റെ കയ്യിൽ എന്നുള്ള അങ്ങനെ വിഷമിക്കാനാണ് നമ്മൾ ജനറേഷനലി പഠിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് പിശുക്കുള്ള ആൾക്കാർ വളരെ ധനാഢ്യന്മാരായിട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അത് ഞാൻ പറയാം. അതിൻ്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫൈറ്റും ഫ്ലൈറ്റും പറഞ്ഞില്ലേ, ഇനിയുള്ള റെസ്പോൺസാണ് ഫ്രീസ്. ഇതാണ് പിശുക്ക്. ഫ്രീസ് ചെയ്യും. ഇവർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്പെൻഡേ ചെയ്യില്ല, ഇവർ കൂട്ടി വയ്ക്കും. ആൻഡ് ഷിബ്ല പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് ഇവർ നല്ല കാശുകാരായിരിക്കും, പക്ഷെ അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. കാശുണ്ടാവും. നോക്കി ഇത് നമ്മളത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ പറയണേ. അപ്പോൾ പൈസ ഇവർക്ക് ഒത്തിരി ഉണ്ടാവും, പക്ഷെ ഒന്നില്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നവർ മരിച്ചു പോകും, അല്ലെങ്കിൽ ഇവർക്കത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇവർക്കത് യൂസ്ഫുൾ ആവില്ല. പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് യു ആർ ഫ്രീസിങ് ദ മണിയുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, കോമ്പിനേഷൻ ഓഫ് ഫ്രീക്വൻസി. ഇറ്റ് ഹാസ് ടു ഫ്ലോ. സ്റ്റാഗ്നൻ്റ് ആണോ തീർന്നോ, അവിടെ നിറയും. നമ്മൾ കൂട്ടി വെക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ പൈസ ഇങ്ങനെ സ്റ്റാക്കായിട്ട് വരും. അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് വേണോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സ്പീരിയൻസസ് ആണോ വേണ്ടത്, മെറ്റീരിയൽസ് ആണോ വേണ്ടത്, ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അനുഭവിക്കാതെ മരിച്ചു പോകാന്ന് പറയില്ലേ. ആൻഡ് ദ വിഷമമുള്ളൊരു പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ജനറേഷൻ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, ഞങ്ങൾ കോളേജിൽ പഠിച്ചപ്പോഴുള്ള ഒരു ഫ്രണ്ടിൻ്റെ, അവർ ജനറേഷണലി വെൽത്തി ആയിട്ടുള്ള ഫാമിലിയാണ്. സോ ഇവരുടെ പിശുക്കായിരുന്നു, ഭയങ്കര പിശുക്കായിരുന്നു അപ്പന്. ഈ അപ്പൂപ്പന്. സോ ഈ അപ്പൂപ്പൻ
അസുഖം വന്ന് മരിച്ചു. അപ്പോൾ ഈ വെൽത്ത് മുഴുവൻ മക്കളിലേക്ക് വരും. മക്കൾക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ അച്ഛൻ മാത്രമൊന്നുമല്ല, ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും ഇതൊക്കെ വിറ്റാണ് ജീവിക്കുന്നത്. അതായത് അവർക്ക് അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല, പക്ഷേ അവരുണ്ടാക്കിയതല്ല ഏത് രീതിയിലാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ അത് വെറുതെ പോവുകയും ചെയ്യും. ഈ ഫ്രീസ് ആയിട്ടുള്ള സാധനം അത് കൂടുവോ ഒന്നും ചെയ്യില്ല. അത് വീണ്ടും അതിങ്ങനെ കുറച്ച് ചിലപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജനറേഷനിലായിരിക്കണം എന്നില്ല. പയ്യെ ആണെങ്കിലും ആ വെൽത്ത് ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ജനറേഷൻ ആണെങ്കിൽ അവരുണ്ടാക്കിയ പൈസയല്ല. അപ്പോൾ എന്താ, അവരതിന് വാല്യൂ കൽപ്പിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ അതവിടെ വെറുതെ, നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ വലിയ വീടുകളുണ്ട് വെറുതെ കിടന്നു പോകുന്നത്, ആരും താമസിക്കാനില്ല. ഇറ്റ്സ് എ ലോസ് ഓഫ് മണി, റൈറ്റ്? അപ്പോൾ മണി ഹാസ് ടു ഫ്ലോ. ഈ ഫ്രീസിൽ അതുപോലെ നമ്മളിപ്പോൾ 10 രൂപ കിട്ടിയാലും 2 രൂപയെ ചിലവാക്കാവൂ, 8 രൂപയെ നമ്മൾ സേവ് ചെയ്യണം. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവിങ്സ് വേണം, പക്ഷേ നമ്മൾ പേടി കൊണ്ടാവരുത്, അയ്യോ ഇനി എനിക്ക് ഉണ്ടാവില്ല സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ സേവിങ്സ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പെർസെൻറ്റേജിൽ നമുക്ക് വെക്കാം, 50-50 ആയിട്ട് നമുക്ക് വെക്കാം. ഈ പറയുന്ന പോലെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ദാറ്റ് ഇൻറ്റൻഷൻ ഷുഡ് നോട്ട് കം ഫ്രം എ പ്ലേസ് ഓഫ് ഫിയർ. അയ്യോ എനിക്കിനി ഉണ്ടാവില്ല, അപ്പോൾ 10 രൂപ വന്നു കഴിഞ്ഞാൽ 8 രൂപ ഞാൻ സേവ് ചെയ്യണം എന്നുള്ളൊരു അഡമൻസി അവിടെ വേണ്ട. ആ സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ നമ്മൾ പർച്ചേസിങ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഷോപ്പിംഗ് ഇതിനൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, മണിയുടെ തന്നെ കാര്യമാണ്. നമ്മളൊരു സാധനം കണ്ടു, നമ്മൾ ഉടനെ തന്നെ അത് വാങ്ങിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു ഫോണുണ്ട്, എൻ്റെ കയ്യിൽ ഇത്തിരി പഴയ ഫോണാണ്, പക്ഷെ അതിൽ ഒരു കുഴപ്പവും ഇല്ല, എനിക്ക് വർക്ക് ചെയ്യാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും അത് മതി. ഇപ്പോൾ പുതിയ ഐഫോൺ ഇറങ്ങി, ഇമ്മീഡിയറ്റ്ലി ഐ വോണ്ട് ദാറ്റ്. അതിൻ്റെ ആവശ്യമുണ്ടോ, നീഡാണോ? യു ഷുഡ് ഓൾവേസ് പ്രയോറിറ്റൈസ്. നമ്മൾ വാങ്ങിക്കുന്ന സാധനം നമുക്കത് ആവശ്യം, അതായത് ഈ സമയത്ത് നമുക്കതിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ ഫോൺ ഓൾറെഡി എനിക്കുണ്ട്, അപ്പോൾ വീണ്ടും എനിക്കൊരു പുതിയ ഫോണിൻ്റെ ആവശ്യം അവിടെ അപ്പം ഇല്ല. സോ അപ്പോൾ നമ്മളവിടെ വെറുതെ ചിലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേ സമയത്ത് ഇപ്പോൾ എൻ്റെ ഫോണിന് എന്തെങ്കിലും പ്രശ്നം പറ്റി, അല്ലെങ്കിൽ വേണ്ട എനിക്കിപ്പോൾ എൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ പോലും എനിക്കിപ്പോൾ വേറെ ഒരു കാര്യത്തിന് എനിക്കൊരു യൂസ് ഉണ്ട്, ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് പുതിയ ഫീച്ചേഴ്സുള്ള ഫോൺ വേണം, അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോൺ പോയി കഴിയുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഫോൺ ഏതാ, അല്ലെങ്കിൽ ഏറ്റവും ഓഫറിൽ കിട്ടുന്ന ഫോൺ ഏതാ? നെവർ എവർ. യു ഷുഡ് ഹാവ് എൻ അബണ്ടന്റ് മൈൻഡ് സെറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും നമ്മൾ വിശ്വസിക്കണം, നമ്മളുടെ നെവർ എവർ അലൗ ദ നമ്പേഴ്സ് ഇൻ യുവർ ബാങ്ക് ഷുഡ് ബുള്ളി യുവർ മൈൻഡ്. നമ്മൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയുള്ള ഒരാളുടെ അക്കൗണ്ട് 50,000 രൂപയായി കഴിഞ്ഞാൽ സ്ട്രെസ് ആവാൻ തുടങ്ങും. അത് 40 ആയാൽ കുറച്ചുകൂടെ സ്ട്രെസ് ആവും. സി ദാറ്റ് നമ്പേഴ്സാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്പേഴ്സ് ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് മണി. ഇനി മണിയുടെ കാര്യം തന്നെ പറയുമ്പോഴും മണിയാണ് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്. അത് വേണം, നമുക്ക് അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ ഉപരി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അബണ്ടൻസ് വരാൻ വേണ്ടിയിട്ടാണ്, മണിയല്ല. മണി അതിലൊരു ഫാക്ടറാണ്. ബിക്കോസ് ഈവൻ ദോ യു ഹാവ് മണി, സമാധാനം വേണമെന്നുണ്ടോ? ഒരു നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ചില ആൾക്കാരോട് എക്സാമ്പിൾ പറയുന്നതാ, ഇപ്പോൾ ദീപിക പദുക്കോൺ, സമാന്ത റൂത്ത്, ഇവർക്കൊന്നും അങ്ങനെയാണെങ്കിൽ ഡിപ്രഷൻ വരില്ലല്ലോ. കാരണം അവർക്ക് സൗന്ദര്യമുണ്ട്, മണിയുണ്ട്, സൗന്ദര്യമുണ്ട്, പവറുണ്ട്, ആൾക്കാരുണ്ട്, ഫെയിമുണ്ട്. ദെൻ അഗെയിൻ വൈ? ഇവർ തന്നെ സമൂഹത്തിനോട് വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവരൊരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ആണ് നമുക്ക് വേണ്ടത്. മണി അതിൻ്റെ ഒരു ഫാക്ടറാണ്. മണി ഇപ്പം നമ്മൾ ഒരിക്കലും ഷിബ്ല തന്നെ ഒന്ന് നോക്കിയാൽ മതി, നമ്മളെപ്പോഴും പറയും വി നീഡ് മണി, ഐ വോണ്ട് മണി, പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ഐ ലവ് മണി എന്ന് പറയില്ല. അതിനൊരു നാണക്കേടുണ്ട്. ഞാൻ എന്താ അത് ശരിയാണ്, പൈസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു തെറ്റ് പോലെ ആണ് കാണുന്നത്. സി വാട്ട് ഈസ് റോങ് വിത്ത് മണി മൈൻഡ് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് നന്നായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു കള്ളത്തരമില്ലാതെ യൂസ് ചെയ്യണം. ദ്രോഹിക്കാൻ വേണ്ടി, ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാവരുത്, അല്ലെങ്കിൽ വേറൊരാളെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ വിഷമിപ്പിച്ചുകൊണ്ടോ ആയിരിക്കരുത് നമ്മൾ മണി സമ്പാദിക്കേണ്ടത്. മണി ഈസ് നോട്ട് എ പ്രോബ്ലം. യു ഷുഡ് ഓൾവേസ് സേ ദാറ്റ് ഐ ലവ് മണി. മണി 2 കാര്യങ്ങളാണ് ഞാൻ പറയാറുണ്ട്. ഒന്ന്, മണി ഒരു നവവധുവിനെ പോലെയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന,
ഒരു നവവധു അല്ലെങ്കിൽ ഒരു ന്യൂ ബ്രൈഡിനെ നമ്മൾ എങ്ങനെയാണ് വെൽക്കം ചെയ്യുക? വളരെ കെയർഫുൾ ആയിരിക്കും ഹസ്ബൻഡ്, വളരെ പാമ്പർ ചെയ്തിട്ടായിരിക്കും. ഇതുപോലെ തന്നെ വേണം നമ്മൾ മണിയെയും നോക്കാൻ. ഐ ലവ് യു ഇടയ്ക്കിടയ്ക്ക് പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പല വീടുകളിലും നമ്മൾ കാണുന്നതാ, ഇപ്പോൾ കടയിൽ പോയി തിരിച്ചു വരുമ്പോൾ ബാലൻസ് ഉള്ള കുറച്ച് പൈസകൾ, ചില്ലറ പൈസ ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ 10 രൂപയുടെ നോട്ടൊക്കെ ആണെങ്കിലോ അവിടെ അങ്ങ് ഇടും. നെവർ എവർ ഡു ദാറ്റ്. നമ്മളെപ്പോഴും 10 രൂപയുടെ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ 9 രൂപയുണ്ടെങ്കിൽ നടക്കില്ല ശിവല ചായ കുടിക്കാൻ. അപ്പോൾ 1 രൂപയുടെ വില അപ്പോൾ നമുക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിന് വളരെ വാല്യൂ ചെയ്ത് വേണം നമ്മൾ നോക്കാൻ. ഒരുപാട് റെസ്പെക്റ്റ് വേണം, ഒത്തിരി സ്നേഹം നമുക്കതിനോട് വേണം. ഫ്ലോ ആണ് മണി. അപ്പോൾ എഫേർട്ട്ലെസ്ലി നമുക്ക് മണി നമ്മുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഫ്ലോ നമ്മുടെ ലൈഫിലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ മണിയെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എപ്പോഴും മണിയെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു അവിഹിതമായിട്ടാണ്. അതെ, ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഞാൻ ആ ഫംഗ്ഷന് പോയപ്പം എൻ്റെ തന്നെ ഒരു റിലേറ്റീവ് പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, നിങ്ങൾ പുറത്തായിരുന്നല്ലോ, നമ്മൾ കുറേ വർഷങ്ങൾ പുറത്തായിരുന്നു, അപ്പം നിങ്ങൾ പുറത്തായിരുന്നല്ലോ, അപ്പം നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? അതായത് നാട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യലാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്, അതാണല്ലോ മെച്ചം. അപ്പോൾ അപ്പോൾ എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റാണ് പുറത്ത് പോയാലേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം പുറത്താണ് കൂടുതൽ വേജസും ലിവിങ് സ്റ്റാൻഡേർഡും എല്ലാം ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് വല്ല ഗുണമുണ്ടോ, എന്തെങ്കിലും ഒരു മെച്ചമുണ്ടോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് അപ്പോൾ തന്നെ വളരെ നോർമലായിട്ടും കാഷ്വലായിട്ടും ഞാൻ പറഞ്ഞു, പിന്നെ നാട്ടിൽ വന്നിട്ട് ഒത്തിരി നല്ലതല്ലേ, ഇഷ്ടം പോലെ സന്തോഷം, സമാധാനം, പൈസ എല്ലാം ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ ഒത്തിരി സന്തോഷമാണ്, നാടാണ് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് ഞാൻ പറഞ്ഞപ്പം പുള്ളിക്കാർ പിന്നെ അതിനുശേഷം പിന്നെ എന്നോട് സംസാരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ. അതിനുശേഷം ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെൻ്റെ വീട്ടിലെത്തിയപ്പം എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? അപ്പം ഞാൻ പറഞ്ഞു, എന്ത് പറയാൻ പോയേ? പറഞ്ഞു, അല്ല ആൻറ്റി അതിനുശേഷം നിന്നോട് സംസാരിച്ചില്ല, നീ ശ്രദ്ധിച്ചോ? അങ്ങനെ ആരെങ്കിലും പറയോ? എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ പറയണേ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാനത് ഷോ കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ആളാവാനോ ഒന്നുമല്ല ഞാനത് പറഞ്ഞേ, വളരെ നോർമലായിട്ട്, പിന്നെ വളരെ നല്ലതല്ലേ, നല്ല രീതിയിലല്ലേ പറഞ്ഞേ. അപ്പോൾ എന്നാലും അങ്ങനെയൊന്നും പറയണ്ട. ഇതെൻ്റെ അമ്മയെന്നല്ല, മിക്ക അമ്മമാരും ഇത് തന്നെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. പേടി, കണ്ണ് തട്ടും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കോ, അല്ലെങ്കിൽ നമ്മൾ ജാട പറഞ്ഞതാന്ന് അവർ വിചാരിക്കോ. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് പൈസ ഉണ്ടെന്ന് പറയാൻ നമ്മൾ ആരും പറയില്ല. ഇതുപോലെ റീസെൻ്റ്ലി ഒരു റീല് ഞാൻ കണ്ടപ്പം, അതായത് നല്ല കാര്യങ്ങൾ ചെയ്യൂ, ആൾക്കാരോട് പറയാതിരിക്കൂ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൂ, ആൾക്കാരോട് പറയാതിരിക്കൂ. ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തവണ. അതായത് നമ്മളുടെ സീക്രട്ടീവ് അബൌട്ട് മണി, അത് പറ അവിഹിതം എന്ന് പറയുന്നത് സീക്രട്ട് അഫെയർ ആണല്ലോ. അപ്പോൾ അതുപോലെ ഈ ഒരു മണിയെ നമ്മൾ വളരെ സീക്രട്ടായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? നമ്മളെ ഒരു കീപ്പായിട്ടോ സീക്രട്ടായിട്ടോ ഒരാൾ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. സെയിം അപ്ലൈസ് ടു മണി, ഇറ്റ്സ് എനർജി. സോ യു ഷുഡ് വാല്യൂ ഇറ്റ്, യു ഷുഡ് റെസ്പെക്റ്റ് ഇറ്റ്. ആൻഡ് മണി ഈസ് ലൈക്ക് അബണ്ടൻസ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ആൻറ്റി പിന്നെ മിണ്ടാതിരുന്നത്? മേ ബി ദ എക്സ്പെക്റ്റഡ് ആൻസർ അതായിരിക്കണം എന്നില്ല. മനസ്സിലായോ? ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല. ഇതാണ് നമുക്ക് ഇഷ്ടം കേൾക്കാൻ. ഇത് ഒരു വലിയ പ്രശ്നമാണ് മണി ബ്ലോക്കിന്. ദ മെൻറ്റാലിറ്റി, എല്ലാം മൈൻഡാണല്ലോ. അപ്പോൾ നമ്മൾ വേറൊരാൾ വളരുമ്പോൾ അതിൽ നമുക്കത്ര സന്തോഷമില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നല്ലത് വരുമ്പോൾ നമുക്ക് സന്തോഷമില്ലെങ്കിൽ, യു ആർ ഇൻ ദാറ്റ് ലോവർ വൈബ്രേഷണൽ ഫ്രീക്വൻസി. നമ്മൾ അവിടെ ലോയിലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിബ്ല ഒരു കാറ് വാങ്ങിച്ചു. ഞാനും ആ കാറ് കണ്ടിട്ട് വാവ് അടിപൊളി, അതായത് ഷിബ്ലയ്ക്കുള്ള അതേ സന്തോഷം തന്നെ എനിക്ക് സന്തോഷിക്കാൻ പറ്റിയാൽ ഐ വിൽ ബി ഇൻ ദാറ്റ് ഫ്രീക്വൻസി. മനസ്സിലായി? ഞാൻ ആ ഫ്രീക്വൻസിയിലിരിക്കുന്നത്, ഞാൻ ആ സന്തോഷത്തിലിരിക്കുന്നത്, എനിക്കത് കിട്ടിയിരിക്കും ഉറപ്പായിട്ടും. കാരണം പൊതുവേ ഇഷ്ടപ്പെടും, നമ്മളിപ്പോൾ കുറേ കാണും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഹൈ എൻഡ് കാസും കാര്യങ്ങളും. അത് വാങ്ങിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് വേണ്ടി സന്തോഷം ഉണ്ടെങ്കിലും വിൽ ഫീൽ ബാഡ് ഫോർ ourselves. യെസ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അസൂയ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് അതുണ്ട്, അവർ നശിക്കണം. അല്ലല്ല, നമുക്ക് ഒരു വിഷമം. ഇപ്പോൾ ഷിബ്ല ഒരു കാറ് വാങ്ങിച്ചു. യൂഷ്വലി ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിബ്ല കാറ് വാങ്ങിച്ചതിലല്ല എനിക്ക് പ്രശ്നമുള്ളത്, എനിക്കില്ല. മനസ്സിലായി? എനിക്കതില്ല.
എഗെയിൻ യു ആർ ഇൻ ലാക്ക്. സോ ഷിബ്ലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ലൈഫിലും ആ കാറ് വരും. എങ്ങനെ? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്, യൂണിവേഴ്സ് ഇസ് നോട്ട് ഓൺ എ ബഡ്ജറ്റ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസം പോലും സൺറൈസ് മിസ് ചെയ്യാത്ത യൂണിവേഴ്സിന്റെ ടൈമിങ്ങിനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് സത്യം, അത് സത്യമല്ലേ? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എങ്ങനെ ഇത് വരും നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ ആർ യു റെഡി? നമുക്കതിൻ്റെ കപ്പാസിറ്റി ഉണ്ടോ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് വളരെ മാറ്ററാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ ഒരു ക്ലയൻറ്റിനെ തന്നെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പം പുള്ളിക്കാരുടെ അടുത്ത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പം നമുക്കൊരു മെഴ്സിഡീസ് വേണം. അപ്പോൾ നമ്മൾ ഭൂമി, അപ്പോൾ കാശില്ലാത്ത ആൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? ഓക്കെ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കതുണ്ട്. ഇതിന് ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കാരണം എൻ്റെ കയ്യിൽ കാശില്ലല്ലോ. നമ്മളൊരു കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ, സ്പെഷ്യലി ഇതുപോലുള്ള ഹൈ എൻഡ് വണ്ടികൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ചെയ്യുക? നമ്മൾ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കും ഏതൊക്കെ മോഡൽസ് ആണ്, ഏതൊക്കെ എഡിഷൻസ് ആണ്, എന്തൊക്കെയാണ് ബേസ് മോഡലിൻ്റെ പ്രൈസ് എത്രയാണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഷോറൂമിൽ പോകും, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് അവരോട് വിളിച്ച് പറയും നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് വേണം. പക്ഷെ പൈസ ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ, പുള്ളിക്കാരി ഇങ്ങനെയാണ് ലിറ്ററലി പറഞ്ഞത്, മെർസിഡീസിൻ്റെ ഒക്കെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഷോ ആയിരിക്കും പൈസ ഇല്ലാതെ കയറി ചെന്നാലും നമ്മളോട്. അപ്പോൾ നമ്മൾ പൈസ ഇല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് അവിടേക്ക് പോകുന്നത്. അതാണ് മാറ്റണ്ടേ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അപ്പം ഞാൻ എങ്ങനെ ഈ കാറ് വാങ്ങിക്കും? ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യൂണിവേഴ്സ് ഇസ് നോട്ട് ഓൺ ബഡ്ജറ്റ്, സോ യു ആർ സേഫ്, യു വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷെ നമ്മൾ അവിടെ പോകാനുള്ള ധൈര്യം നമുക്കില്ല. അവിടെ പോയി വളരെ കോൺഫിഡൻ്റ് ആയി, ശരിക്കും നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിബ്ലയുടെ കയ്യിൽ ഒരു 1.5 കോടി ഉണ്ട്. ഷിബ്ലയ്ക്ക് ഒരു മെഴ്സിഡീസ് വേണം. ഷിബ്ല കോൺഫിഡൻ്റ് ആയിട്ടല്ലേ ഷിബ്ല പോവുള്ളൂ, കാരണം പൈസയുണ്ട്. ഈ കോൺഫിഡൻസ് നമുക്ക് അല്ലാതെ, കാരണം നമ്മുടെ ബ്രെയിൻ ശരിക്കും പൈസയുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് തരുന്നത്, റിയാലിറ്റി ചെക്ക് ചെയ്തിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഫിഡൻസ്, ഈ മെൻറ്റാലിറ്റി, ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. കപ്പാസിറ്റി ടു ഹോൾഡ് എന്ന് പറഞ്ഞ ഇറ്റ്സ് യുവർ ആറ്റിറ്റ്യൂഡ്. സോ ഞാൻ എൻ്റെ കയ്യിൽ കാശില്ലെങ്കിലും ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ ഓരോരോ മോഡൽസ് കണ്ട് ഓരോന്ന് നോക്കി അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടോ? ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് പറയുകയാണ്, സി ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞാൽ അവരെന്നെ ഒന്നും പറയില്ല. കാരണം ഇപ്പം ഞാനിപ്പോൾ 1.5 കോടിയുടെ വണ്ടി വാങ്ങിക്കാൻ പോകുന്ന ഒരാൾ ഫസ്റ്റ് ഷോറൂമിൽ കണ്ട് ആ വണ്ടി തന്നെ എടുത്തിട്ട് പോരണമെന്ന് ഒരു നിർബന്ധമില്ല. വി വിൽ ചെക്ക് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, ഡിഫറെൻറ്റ് അതിൻ്റെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ വണ്ടി വരെ മാറ്റാം, ചിലപ്പോൾ ബ്രാൻഡേ മാറാം. അപ്പോൾ നമുക്കിതൊക്കെ ഒരുപാട് അന്വേഷിച്ചിട്ട്, അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രയാസമാണ്. കാരണം നമുക്ക് ആ കോൺഫിഡൻസും ആ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫിയർ വരണത്. നാളെ ഷിബ്ലയ്ക്ക് ഞാനൊരു 5 സ്റ്റാർ ഒരു റിസോർട്ടിൽ ഒരു ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കാം. ഷിബ്ല അവിടെ പൊക്കോളൂ, ഞാനെല്ലാം പേ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകാൻ പേടിയാണ്. കാരണം നമുക്കവിടെ കയറി ചെന്ന് നമുക്കവിടെ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. നമുക്ക് സ്ട്രെസ്ഡ് ആവും, അയ്യോ അത്രയും വലിയ ഹോട്ടലിൽ നമ്മൾ പോകണം, അവിടുത്തെ രീതികൾ എനിക്കറിയില്ല. ഇതൊക്കെ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടില്ല, അയ്യോ അവിടുത്തെ രീതിയൊന്നും എനിക്കറിയില്ല, അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യുക? നമുക്കതിനുള്ള കോൺഫിഡൻസ് എന്തില്ലാതെ, മോനെ ഇത് എവിടെയാണ് പ്ലേറ്റ് ഇരിക്കുന്നത്, എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്താണ്, എനിക്കൊന്ന് എന്നോട് ഇതൊന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ദേ വിൽ ഹെൽപ്പ്, ദേ ആർ ഫോർ ദാറ്റ്. പക്ഷെ നമ്മളത് ചെയ്യില്ല, നമുക്ക് നാണക്കേടാണ്, നമുക്ക് അത്യന്തം നാണക്കേടാണ്. അങ്ങനെ വേറൊരാളോട്, ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു ക്ലൈൻറ്റ് വന്നപ്പം, പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ വന്നപ്പം പുള്ളിക്കാരിക്ക് തിരിച്ചു പോകാൻ, ഭൂമി എനിക്കൊരു ഓട്ടോ വിളിച്ചു തരും. അപ്പം ഞാൻ പറയും, ഓട്ടോ എനിക്കറിയില്ല, ഊബർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളി, അയ്യോ എനിക്ക് ഊബർ ബുക്ക് ചെയ്യാൻ അറിയില്ല. പുള്ളിക്കാരി ആദ്യം മിണ്ടുന്നില്ല. അതിനുശേഷം പറഞ്ഞു, മാം എനിക്ക് ഊബർ ബുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ജോയ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു, താങ്കൾ ഈ ഫോണൊന്ന് തന്നേ, ഞാൻ തന്നെ അത് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അപ്പം തന്നെ അത് കാണിച്ച് ഇരുത്തി മനസ്സിലാക്കി ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് വെച്ചാൽ, ഭൂമി ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാരോട് പറയാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം പേടിയാ, ഇൻസെക്യൂരിറ്റിയാ. നമ്മൾ കുറവാണെന്ന് അവർ വിചാരിക്കോ, അല്ലെങ്കിൽ നമുക്ക് ഇത് അറിയില്ല, അതൊരു മോശമല്ലേ അല്ലേ? അപ്പോൾ അത് ബ്രേക്ക് അറിയില്ലെങ്കിൽ നമുക്ക് തുറന്ന് ചോദിക്കാം. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ഓപ്പൺ എ ടാപ്പ്, ജസ്റ്റ് ആസ്ക് സംവൺ. അയ്യോ എനിക്കിതിന് ടാപ്പിൻ്റെ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ ഹെൽപ്പ്. അവർ ജഡ്ജ് ചെയ്യണമെങ്കിൽ അവർ അവരുടെ തലയിലല്ലേ, യു ആർ ടേക്കിംഗ് ഇറ്റ്. ഞാൻ എനിക്കറിയാത്ത കാര്യം ചോദിച്ചു. അപ്പോൾ ഈ കപ്പാസിറ്റി ഇത് വളരെ 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 മണിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമുക്കത് വരില്ല. നമുക്ക് ആ കപ്പാസിറ്റി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റില്ല ഷിബ്ല എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുന്നതെന്ന്.
നമ്മൾ വിചാരിക്കുന്ന രീതിയിലാവണം എന്നില്ല. ഇപ്പോൾ സാധാരണക്കാരൻ ഷിബില നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ ജോലിക്ക് പോയി ഡെയിലി വേജസിൽ കഴിയുന്ന ഒരാൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ സ്വപ്നം കാണുന്നതിന് ഒരു പരിധി വേണം. ലിമിറ്റിംഗ് ബിലീഫ് കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടുള്ളൂ. ഒരു നിർബന്ധവും ഇല്ല. ഇഫ് യു ബിലീവ് ദാറ്റ്, സി ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് കേട്ടാൽ എല്ലാവരും ചിരിക്കാറുണ്ട്. യൂണിവേഴ്സ് ഇസ് ആക്ച്വലി പേയിങ് ഫോർ മൈ എക്സിസ്റ്റൻസ്. ജസ്റ്റ് ടു എക്സിസ്റ്റ്. ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് യൂണിവേഴ്സ് എനിക്ക് പേ ചെയ്യുന്നുണ്ട് എന്ന് ബിലീവ് ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ നോക്കണ്ട എവിടെ നിന്ന് എങ്ങനെ. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോഴാണെങ്കിലും ഷിബില, ഐ ഡോണ്ട് ഹാവ് എനി ക്ലൂ. നമ്മൾ കുറച്ച് പെർമകൾച്ചർ, സസ്റ്റൈനബിലിറ്റി, കുറച്ച് എന്താ പറയുക, നമ്മൾ പറയില്ല പച്ചപ്പും ഹരിതാപവും ഊഷ്മളതയും, അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ നമുക്ക് നോക്കാം എന്താണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇതുവരെ ഞാനങ്ങനെ ഒരു ആഡ് ഇടുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ എങ്ങനെയാണ് വരുന്നത്? യൂണിവേഴ്സ് ഇസ് ദ വൺ ഹൂ ഇസ് മാർക്കറ്റിംഗ്, യൂണിവേഴ്സ് ഇസ് ദ വൺ ഹൂ ഇസ് ഡൂയിങ്, ബിക്കോസ് ഐ ട്രൂലി ബിലീവ് ദാറ്റ്. അപ്പോൾ നമ്മൾ ബിലീവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മണിയിലുള്ള കാര്യങ്ങളും ഇതും മാറും. അപ്പോൾ ലിമിറ്റിംഗ് ബിലീവ്സ് ഒരുപാട് നമ്മൾ മണിയായിട്ട് ക്യാരി ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോലും അറിയാതെ പറയും പൈസയുള്ളതിൻ്റെ അഹങ്കാരം അവർക്ക്, അതുകൊണ്ട് ആ ഷോ കാണിക്കുന്നത്. പൈസ അല്ലല്ലോ, അവരല്ലേ ഷോ കാണിക്കുന്നേ. അപ്പോൾ പൈസക്ക് എന്തിനാ കുറ്റം? അതുപോലെ വിഷമിച്ച് സ്പെൻഡ് ചെയ്യുക, പ്രയാസം, അതെല്ലാവർക്കും നന്നുള്ള കാര്യമാണ്. കേൾക്കുമ്പോൾ പ്രയാസമാണ്, നമുക്ക് സങ്കടമാണ് അത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 10,000 rupees ഒരാൾക്ക് കൊടുക്കണം. അയ്യോ അത് കുറഞ്ഞല്ലോ. ഇല്ല, അവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 10,000 രൂപ എനിക്ക് ഉപകരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ചെയ്യുകയോ ഒരു ഫുഡ് കഴിക്കുകയോ എന്തിനോ നമ്മളത് കൊടുക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് അത് പോകുന്ന എല്ലായിടത്തും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിബിലയ്ക്ക് ഞാനൊരു 10,000 തന്നു, ഷിബിലയുടെ അടുത്തും അത് ഷിബിലയുടെ കയ്യിൽ നിന്ന് കൈമറിഞ്ഞ് ആർക്കൊക്കെ ആ എനർജി പോകുന്നുണ്ടോ എല്ലാവരിലേക്കും പ്രോസ്പെരിറ്റി വന്ന് അത് കറങ്ങി 10-100 ഇരട്ടിയായിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ. എപ്പോഴും നമ്മൾ ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും പ്രോസ്പെരിറ്റി ഉണ്ടാവട്ടെ, അത് നിറഞ്ഞ് എന്നിലേക്ക് വരട്ടെ. പൈസ പോയാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുറേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറി എടുത്ത് നോക്കിയാൽ മതി. ഹ്യൂജ് ലോസ് അവർ നേരിട്ടിട്ടുണ്ടാവും എപ്പോഴെങ്കിലും അവരുടെ ലൈഫിൽ. ബിക്കോസ് അത് നേരിടുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്കത് ഈസിലി ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബിക്കോസ് മണി ഈസ് എ ഫ്ലോ. ബിസിനസ്സുകാരുടെ കയ്യിലല്ലേ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ ഫ്ലോ. അവർക്കിപ്പോൾ അത് ഒരു 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നായിരിക്കും അവർ ആലോചിക്കുന്നത്. അല്ലാതെ അത് അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ചിടാം. അവരെപ്പോഴും റോളിങ്ങിലായിരിക്കും, വെറുതെ കൂട്ടി വെക്കുന്നില്ല. അപ്പോഴെന്താ, എപ്പോഴും ഫ്ലോയാണ്. പല സൈഡിൽ നിന്നും നമുക്കിങ്ങനെ ഇൻകം വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയില്ല. ഈ ബഡ്ജറ്റോ പ്ലാനിങ്ങോ ഇതൊന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റ്സോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു സാധാരണക്കാരനാണെങ്കിൽ എങ്ങനെയാണ് പൈസ ഫ്ലോ ചെയ്യുക? ചിലപ്പോൾ ഒരു ലോട്ടറിയിലൂടെ ആയിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ക്ലയൻറ്റിനോട് ഞാൻ പറഞ്ഞതാണ്, പുള്ളിക്കാരിക്ക് എന്താ പറയുക, ബ്യൂട്ടീഷ്യൻ ആയിട്ടുള്ള ഒരു എന്തോ കോഴ്സുകൾ, അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നടക്കാനുള്ള കോഴ്സുകൾ പഠിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ പുള്ളിക്കാരുടെ വീടിൻ്റെ അടുത്തൊന്നും പുള്ളിക്കാരി ഉദ്ദേശിക്കുന്ന കൈൻഡ് ഓഫ് സ്കൂൾസോ അങ്ങനെയൊന്നും ഇല്ല, മേക്കപ്പ് സ്കൂൾസോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇവർക്കൊരു നല്ലൊരു ബ്യൂട്ടീഷ്യൻ ആവണം, ഇവർക്ക് നല്ലൊരു ഇതാവണം. പക്ഷേ അതിന് നിവർത്തിയില്ല. അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞത്, നമ്മുടെ അടുത്തിപ്പോൾ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, അത് ചിലപ്പോൾ സാധാരണ ഒരു പാർലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഭവമായിരിക്കാം. അവിടെ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ അവിടെ വരുന്നൊരു ക്ലയൻ്റ് ആയിരിക്കും ചിലപ്പോൾ വേറൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തുറന്നു കിട്ടുന്നത്. നമുക്കറിയില്ല ഷിബ്ല. അപ്പം മണി മൂവ്മെൻ്റ് ആണ്. നമ്മളെപ്പോഴും മണിയെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മളുടെ എവിടെ നിന്നായിരിക്കും നമുക്കൊരു അബണ്ടൻസിൻ്റെ ക്രാക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എവിടെ നിന്നാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു റീലിടാൻ വേണ്ടിയിട്ട്, ഒരു സെഷൻ്റെ ഒരു റീലിടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല കണ്ടൻറ്റായിട്ട്. അത് വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. നമ്മളുടെ സ്പേസിലല്ലായിരുന്നു അത് നടത്തിയിട്ട്, പുറത്തായിരുന്നു. അപ്പോൾ വളരെ ഇച്ചിരി ഇതേ ഉള്ളൂ. അപ്പം ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് ചുമ്മാ തട്ടിക്കുട്ടിയുള്ള കണ്ടൻറ്റ് വെച്ചിട്ട് ഒരു ഇതിട്ടു. അതാണ് 2.6 മില്യൺ ആയിട്ട് വ്യൂസ് വന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് പറയാൻ പറ്റില്ല എവിടെ നിന്നായിരിക്കും നമ്മുടെ ഒരു ക്ലിക്ക് ഇതാവുന്നതെന്ന്. അപ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണോ നമ്മുടെ മുമ്പിലുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഐഡിയാസ് ആണോ ഉള്ളത്, അതിലേക്കുള്ള സ്റ്റെപ്പ് ഒരുപാട്. നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ മൂവി ഉണ്ടല്ലോ,
അതിൽ നിവിൻ പോളി കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് അവരുടെ എല്ലാം ലോസായി കഴിയുമ്പോൾ അവരുടെ കാറായിരുന്നു അവരുടെ ഓഫീസായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതല്ല പ്രശ്നം. നമ്മൾ ഹൈ എൻഡ് ഇതിലേക്ക് തുടക്കത്തിലേ പോവണ്ട. നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും എന്താണ് എടുക്കാൻ പറ്റുക, ആ ഹിഡൻ ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം വി ഹാവ് ടു ലെറ്റ് ഇറ്റ് ഗോ. പയ്യെ അതിൽ വർക്ക് ചെയ്യാനുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ പേരൻസിൽ നിന്ന് കിട്ടിയതാവാം, ചിലപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിയതാവാം, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ് കാരണം നമുക്ക് ഉണ്ടാവുന്ന തോട്ട്സ് ആവാം. അപ്പോൾ ഇതിനെല്ലാം റീസൺസ് ഉണ്ട്. നമ്മൾ ക്യാരി ചെയ്യുന്ന എനർജി അതായിരിക്കും, നമ്മുടെ ബിലീഫ് സിസ്റ്റം അതായിരിക്കും. എനിക്ക് പൈസ വേണ്ടെന്ന് ഉള്ളിൽ ചിന്തിക്കുന്നു, അതായത് ഒത്തിരി കാശുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ എനിക്ക് അഹങ്കാരം വരും, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ കടം ചോദിക്കും. എൻ്റെ പുറമേ ഉള്ള ആൾക്കാർ, അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള കുറേ ക്ലയൻറ്റ്സ് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, പൈസ ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയാണ്, അതിൻ്റെ മെയിൻ റീസൺ കടം ചോദിക്കും. അപ്പോൾ ബൗണ്ടറി ഇല്ല. ബൗണ്ടറി ഉണ്ടെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി കണ്ണ് വെക്കൽ പറഞ്ഞത്, കണ്ണ് വെക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അതാണ് മെയിൻ ആൾക്കാർക്ക് പേടി പറയാം. അതുകൊണ്ട് ഭയങ്കര വിനയം കാണിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര പൈസക്കാര്, പാവം, നമ്മളിങ്ങനെ തട്ടി മുട്ടിയൊക്കെ. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. അപ്പോൾ പാവം എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടെന്നുള്ളത് നല്ല നന്മയാണത്. അത് നമ്മൾ വളരെ നല്ല മനുഷ്യരാണ് എന്നുള്ള, നല്ല മനുഷ്യർ പണക്കാരിലുണ്ട് പാവപ്പെട്ടവരിലുണ്ട്, അല്ലേ? റോഡ് സൈഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്ന പണക്കാരുമുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് പണത്തിൻ്റെ അല്ല വ്യത്യാസം വരുന്നത്. ഇറ്റ്സ് ബേസിക് ക്യാരക്ടർ, നമ്മളുടെ ഉള്ളിലെ ബിലീഫ് സിസ്റ്റം, നമ്മൾ വളർന്നു വന്നിട്ടുള്ള ഇല്ലായ്മയുടെ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഒന്നും മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയും നന്മയുണ്ടല്ലോ. നമ്മൾ പറയില്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് സമാധാനിക്കണ്ടേ. അപ്പോൾ നന്മയിൽ മാത്രമല്ല, നന്മ വേണം, എങ്കിലേ നമുക്കത് ഗ്രേസ്ഫുള്ളി മണി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കണ്ണ് വെക്കലിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഷിബ്ല ഇപ്പം ഞാൻ പറയുന്നു, ഷിബ്ലയുടെ അടുത്ത് പറയുന്നു, ഷിബ് ഇപ്പം ഞാൻ നേരത്തെ എൻ്റെ റിലേറ്റീവിനോട് പറഞ്ഞ പോലെ, പിന്നെ നല്ലതല്ലേ, എല്ലാം നന്നായിട്ട് പോകുന്നു, നല്ല രീതിയിലാണ് എല്ലാം നടക്കുന്നത്, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പറയില്ല. കുഴപ്പമില്ല, നടന്നു പോകുന്നു എന്ന് പറയാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? അല്ലാതെ നമ്മൾ പറയോ നന്നായിട്ട് പോകുന്നുണ്ട്, ഇഷ്ടംപോലെ വർക്ക്സ് വരുന്ന, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ പറയില്ല. അതിൻ്റെ മെയിൻ റീസൺ ഈ കണ്ണ് വെക്കലാണ്. ഇനി ഈ കണ്ണ് വെക്കലിൻ്റെ കാര്യം, ഷിബ്ല, എനിക്കിപ്പോൾ അത് പറയുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ ആ റിലേറ്റീവിനോട് അത് പറഞ്ഞപ്പം എനിക്ക് ഫിയർ ഇല്ല. മനസ്സിലായി? എനിക്ക് ആ ഫിയർ ഇല്ല, എനിക്ക് ആ പേടിയില്ല. ഞാൻ വളരെ ജെനുവിൻലി ബിലീവിങ് ഇൻ ഈവിളൈ അതുണ്ട്. അതായത് കാരണം ഷിബ്ലയുടെ ഉള്ളിൽ അപ്പോൾ ആ ഫിയർ ഉണ്ട്. അല്ല, ഒരിക്കലും അല്ല. അതാണ്, രണ്ടിനും അല്ല ഞാനത് ചെയ്തത്. അതായത് എനിക്ക് ഉണ്ടെന്ന് അവരുടെ മുൻപിൽ കാണിക്കാനുള്ള എൻ്റെ ലാക്ക് നികത്താൻ വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്തത്. അതുമല്ല, നമ്മൾ പേടിയുമില്ല. അതായത് അവർ കണ്ണു വെക്കില്ല. ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒരു ഫിയർ ഉണ്ടെങ്കിൽ, അയ്യോ അവരെങ്ങാനും ഞാൻ പറയുന്നത് കേട്ടിട്ട് അവരെങ്ങാനും എന്നെ കണ്ണ് വെക്കുമോ, അല്ലെങ്കിൽ അവരുടെ കണ്ണ് തട്ടുമോ എന്ന് എൻ്റെ ഉള്ളിൽ ഫിയർ ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി അവരുടെ ഉള്ളിലൊരു അസൂയ ഉണ്ടെങ്കിൽ സെയിം ഫ്രീക്വൻസീസ് അതെനിക്ക് അഫക്റ്റ് ആവും. അതേസമയത്ത് എനിക്ക് ആ ഫിയർ ഇല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിലും നമ്മുടെ സെലിബ്രിറ്റീസിനൊക്കെ നടക്കാൻ പറ്റുമോ ഷിബ്ല? അവരൊക്കെ എന്നും വീട്ടിൽ കിടക്കണ്ടേ? കാരണം അവരെ എന്നും എക്സ്പോസ്ഡ് ആവുമല്ലേ ഓരോരോ കാര്യങ്ങൾക്ക്. സോ ഇറ്റ്സ് അബൌട്ട് ദ മൈൻഡ് സെറ്റ്. അപ്പോൾ ഞാനത് ബിലീവ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്കത് അഫക്റ്റ് ആവില്ല. അപ്പോൾ ഇവളായി ഉണ്ട്. അത് ഞാൻ ബിലീവ് ചെയ്താൽ മാത്രം. ഞാൻ ബിലീവ് ചെയ്യുന്നില്ല, ഞാൻ വളരെ, പക്ഷെ നമ്മൾക്കിത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവളെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കിത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരുമ്പോൾ, കാരണം എനിക്ക് അങ്ങനത്തെ ക്ലയൻസ് ഉണ്ട്, വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ കോൺഫിഡൻ്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം പറയുകയൊക്കെ ചെയ്യും, എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു, എനിക്ക് പൈസയൊക്കെ ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അയ്യോ ഇത് പറയണമായിരുന്നോ, സ്ട്രെസ്ഡാണ് ഇവർ. അപ്പോൾ ആ പേടി, അത്രയും അഡമൻ്റായിട്ട് ആ പേടി അവരിലുണ്ട്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത് തന്നെയാണ് ഇത് മാറ്റുന്നത്. ഇതേപോലെ നമ്മളിങ്ങനെ ഈ ലിമിറ്റിംഗ് ബിലീഫ് അല്ലെങ്കിൽ പൈസയുമായി ബന്ധപ്പെട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ലൈക്ക് നല്ല റിച്ച് ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരാൾ എന്തെങ്കിലും, അവർക്കാവാലോ, ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, പൈസക്കാരാണല്ലോ, അവർക്ക് എന്തോ ആവാലോ, ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരുപാട് ഇമോഷൻസ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല, ബട്ട് ദർ ഈസ് എ ലാക്ക്. ഇത് നമ്മുടെ മണി ഫ്ലോനെ, നമ്മുടെയിലേക്കുള്ള മണി ഫ്ലോനെ എഫക്റ്റ് ചെയ്യും, 100% എഫക്റ്റ് ചെയ്യും. അതിൻ്റെ റീസൺ, ഫോർ എക്സാമ്പിൾ, ഷിബ്ലയ്ക്ക് നല്ല പൈസ ഉണ്ടല്ലോ, അപ്പോൾ ഷിബ്ലയ്ക്ക് എന്തും കാണിച്ച് നടക്കാം. അപ്പോൾ ഇൻഡയറക്ട്ലി ഞാൻ എന്താ ബിലീവ് ചെയ്യുന്നത്, എനിക്കൊന്നിനും പറ്റില്ല, എനിക്കിതിനുള്ള കഴിവില്ല, എനിക്കിതിനുള്ള മാർഗമില്ല. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ ഈ പ്രാവശ്യത്തെ കുംഭമേളയിൽ ഒരു ലേഡി
മൊണാലിസ എന്ന് പറയുന്ന ഒരു ലേഡി വൈറലായി. അവരുടെ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ലൈഫ് മാറിയത്, മനസ്സിലായോ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും മാറാം, ആർക്കും മാറാം, അതാണ് സത്യം. അപ്പോൾ അതങ്ങനെ വല്ലവർക്കും മാറും, എനിക്ക് മാറണം എന്നില്ല എന്നായിരിക്കും നമ്മൾ ബിലീവ് ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാണ് നമുക്കത് മാറാത്തത്, ബിക്കോസ് യു ബിലീവ് ഇറ്റ്. അപ്പോൾ വേറൊരാൾക്ക് പൈസ ഉണ്ട്, വേറൊരാൾക്ക് ഇതുണ്ട്, എനിക്ക് അവനെന്തും ആകാം, അവനെ ഇഷ്ടം പോലെ ഇതുണ്ടല്ലോ, അവനെ നോക്കാൻ ആൾക്കാരുണ്ടല്ലോ, അവനെ പരിചരിക്കാൻ ആൾക്കാരുണ്ടല്ലോ, അവനൊരു കേസ് വന്നാലും അതിനകത്ത് ഊരിപ്പോരാൻ പറ്റുമല്ലോ. ആൻഡ് യു ബിലീവ് ദാറ്റ് എനിക്കതിന് പറ്റില്ല. ആ ബിലീഫാണ് അതിൻ്റെ പ്രശ്നം. അതേസമയത്ത് ഇപ്പം ഞാൻ ബിലീവ് ചെയ്യുന്നത് അവന് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പവും വരില്ല, എനിക്ക് എന്ത് പ്രോബ്ലം വന്നാലും അത് എന്താണ്, എൻ്റെ കുറേ ക്ലയൻസ്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരണേ. അതായത് എൻ്റെ കുറേ ഇതായിട്ടുള്ള കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ക്ലയൻസ് വന്നപ്പം എവ്രി ഇയർ ഞാൻ എൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു വർഷം അവസാനം വരുമ്പോൾ ഒരു 2000-3000 കോണ്ടാക്ട്സ് ഉണ്ടാവും. അത് മാറ്റി പിന്നെ ഒരു 250-200 ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പം കുറേ ആൾക്കാരുടെ പോപ്പുലർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ്, സെലിബ്രിറ്റീസ് ആണ്, അങ്ങനെ കുറേ ആൾക്കാരുടെ നമ്പേഴ്സൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് അത് നാച്ചുറലി ചെയ്യുന്നതാണല്ലോ, അത് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, നോർമലി ചെയ്തതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഒരാളുടെ ഒരു പൊളിറ്റീഷ്യൻ്റെ നമ്പർ ചോദിച്ചു, ഭൂമിയുടെ ക്ലയൻ്റ് അല്ലേ, ഒന്ന് തരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിൽ നമ്പറില്ല. ഇതൊക്കെ വെക്കണ്ടേ, കാരണം ഭൂമിനെ നന്നായിട്ട് അറിയാവുന്ന ഒരാളല്ലേ, അപ്പോൾ ഇതൊക്കെ വെക്കണ്ടേ, ഇത് നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ, ഭാവിയിൽ ഭൂമിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കാമല്ലോ, കാരണം അറിയാവുന്ന ഒരാളാണല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞത്, എന്നെ നോക്കാൻ യൂണിവേഴ്സ് ഉണ്ട്, ഇതാ ഞാൻ ബിലീവ് ചെയ്യുന്നത്, പൊളിറ്റീഷ്യനേക്കാളും വലുതാണ് യൂണിവേഴ്സ്. മനസ്സിലായോ? ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടോ ഷിബ്ല? ഇല്ല. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇൻറ്റൻഷൻ എന്താ? ഫിയറാണ്. എനിക്ക് അസുഖം വന്നാലോ, എന്നാൽ ഒരു സേഫ്റ്റി മെഷർ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രശ്നമാണെന്നല്ല ഞാൻ പറയണേ, അതിൻ്റെ ഇൻറ്റൻഷൻ ഇസ് കമ്മിങ് ഫ്രം ഫിയർ. നമുക്ക് എല്ലാ ഫിയർ ഉള്ളതുകൊണ്ട് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിലീഫാണ് നമ്മൾ മാറ്റേണ്ടത്. അവന് എന്തും ആകാം, അവന് പറ്റും, അതിൻ്റെ ഇൻഡയറക്റ്റ്ലി അതിൻ്റെ അർത്ഥം എന്താ, എനിക്കതിനൊന്നും പറ്റില്ല. അപ്പോൾ ആ പറ്റില്ല എന്നുള്ളൊരു ബിലീഫ് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് പറ്റാതെ പോകുന്നത്. അതിന് പറ്റും, എന്തൊക്കെ വന്നാലും എന്തൊക്കെ ഇല്ലെങ്കിലും എനിക്ക് സാധിക്കും, എന്നെ യൂണിവേഴ്സ് നോക്കുന്ന ആദ്യമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെല്ലാ കേസിൽ നിന്നും എല്ലാ പ്രശ്നത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഊരിപ്പോരാൻ പറ്റും. അത് എല്ലാം ഒരു മൈൻഡ് സെറ്റാണ്, ആ ബിലീഫാണ് മാറ്റേണ്ടത്. യെസ്. ഇനി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പം നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും റുട്ടീൻസോ എന്തെങ്കിലും ഉണ്ടോ ദാറ്റ് ക്യാൻ നമ്മുടെ മണി ബ്ലോക്കൊക്കെ മാറാൻ, മണി ഫ്ലോ ചെയ്യാനൊക്കെ വേണ്ടി? എനിക്കറിയാം ഇതൊരു എല്ലാ സമയവും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ഈ ബിലീഫിൻ്റെയും ഇതൊക്കെ, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രാക്ടീസ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, 1 രൂപയാണെങ്കിലും നമ്മൾക്ക് ഒരു ബാലൻസ് കിട്ടുന്നതാണെങ്കിൽ പോലും നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ താങ്ക് യു ഷുഡ് ഓൾവേസ് സേ താങ്ക് യു ഷുഡ് ഓൾവേസ് ഫീൽ ഗുഡ്. നമ്മളത് ആ ഒരു 1 രൂപയുടെ ആണെങ്കിലും ആ സന്തോഷം, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, വേർഡ്സ്, ജസ്റ്റേഴ്സ്, വാവ് ഐ ഗോട്ട് ഇറ്റ്, ഐ റിസീവ്ഡ് ഇറ്റ് പറയാൻ പഠിക്കുക. കൊടുക്കുമ്പോഴാണെങ്കിലും സന്തോഷത്തോടു കൂടി, ഞാൻ പറഞ്ഞില്ലേ, അവർ പ്രോസ്പെറസ് ആവണം. എത്ര ആൾക്കാരുടെ കയ്യിൽ ഈ മണി പോകുന്നുണ്ടോ, എന്തോരം ഇത് കറങ്ങുന്നുണ്ടോ, എല്ലാവരും പ്രോസ്പെറസ് ആയി ആ പ്രോസ്പെരിറ്റിയുടെ മൊത്തം ഏക തുകയായിട്ട് എന്നിലേക്കും വരട്ടെ എന്ന് നമുക്ക് പറയുന്ന എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും എപ്പോഴും ആ ഒരു ഹാപ്പിനെസ്, വളരെ സന്തോഷത്തോടു കൂടി റിസീവ് ചെയ്യാനും സ്പെൻഡ് ചെയ്യാനും നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ പറയുന്ന പോലെ അഫർമേഷൻസ് ഓൾവേസ്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, മണി ഈസ് ഫ്ലോയിങ് ടു മീ. ഇതിൽ ലോജിക്ക് നോക്കണ്ട, ബിക്കോസ് യുവർ ബ്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ് ഓർ യൂണിവേഴ്സ് ഇസ് നോട്ട് വർക്കിംഗ് വിത്ത് യുവർ ലോജിക്. സോ ആ ഫ്രീക്വൻസിയാണ് കാര്യം. അപ്പോൾ മണി ഈസ് ഫ്ലോയിങ് ടു മീ എങ്ങനെ വേണമെങ്കിലും വരാമല്ലോ. ചിലപ്പോൾ നാളെ നമുക്ക് ചിലപ്പോൾ ഒരു അച്ചാർ ബിസിനസ് തുടങ്ങിയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചുമ്മാ വെറുതെ 2-3 പ്ലാന്റ്സ് നട്ട് ചിലപ്പോൾ നമുക്ക് ആ പ്ലാന്റിൻ്റെ ഒരു നഴ്സറി തുടങ്ങിയിട്ടായിരിക്കാം. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും നമ്മളൊരു ഇതിലേക്ക് പോകുന്നത്. ചിലപ്പോൾ ഒരു ഫുഡ് ബിസിനസ് തുടങ്ങിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ലഞ്ച് പാക്ക് ചെയ്യുക, ക്ലൗഡ് കിച്ചൺ തുടങ്ങിയിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് ഈ പറയുന്ന പോലെ ചെയ്യാം, കൊടുക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും. പിന്നത്തെ നമ്മുടെ കാര്യം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ മൈൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, മണി ഈസ് ഫ്ലോയിങ് ടു മീ. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഞാൻ പറഞ്ഞല്ലോ, അബണ്ടൻസ് ആണ് കാര്യം.
അബണ്ടൻസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റാണ്. സോ അബണ്ടൻസ് ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് ദ നമ്പർ ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ദ ലക്ഷറീസ് വാട്ട് യു ഹാവ്. ഇപ്പം ഞാനും ജോയൊക്കെ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അബണ്ടൻസിലാണ്. അപ്പോൾ ഈ അബണ്ടൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രിതിങ് ലെറ്റ് ഇറ്റ് കം ടു മീ വിത്ത് ഈസ് അറ്റ് റൈറ്റ് ടൈം റൈറ്റ് തിങ് എഫേർട്ട്ലെസ്ലി. ഇത് നമ്മളുടെ ഒരു മെയിൻ ബിലീഫാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നതും നമ്മൾ പ്രേ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പറയുന്നതോ എപ്പോഴും അതാണ്. അതായത് ലെറ്റ് എവ്രിതിങ് കം ടു മീ റൈറ്റ് തിങ് അറ്റ് റൈറ്റ് ടൈം വിത്ത് ഈസ്. ആ ഈസും വേണം. കഷ്ടപ്പെട്ടിട്ടല്ല നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ കഷ്ടപ്പെട്ട് മരിക്കാനായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ റൈറ്റ് തിങ് റൈറ്റ് ടൈം അറ്റ് ഈസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കട്ടൻ ചായ ആഗ്രഹിക്കുമ്പോൾ നമുക്കത് കിട്ടുന്നതിലാണ് അബണ്ടൻസ് എന്ന് പറയുന്നത്. അതേസമയത്ത് എൻ്റെ ബാങ്കിൽ ഒരു 10 കോടി ആഗ്രഹിക്കുമ്പോൾ പിസ്സ കിട്ടിയിട്ടും കാര്യമില്ല. ആ വെള്ളം ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ക്ലിനിക്കിൽ പുറത്തായിരുന്നു. അപ്പോൾ ക്ലിനിക്കിൽ അവിടെ ഭയങ്കര ഒരു കട പോലും അടുത്തില്ല. അപ്പോൾ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. അവിടുത്തെ വെൻഡിങ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. സോ സ്ട്രെസ്ഡായി, ബുദ്ധിമുട്ടായി. അപ്പം നമുക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വിഷമമായി. അതായത് പൈസ ഉണ്ടായിട്ടും വാങ്ങിക്കാൻ പറ്റുന്നില്ല. സോ ദിസ് ഈസ് നോട്ട് അബണ്ടൻസ്, ദിസ് ഈസ് നോട്ട് ലക്ഷറി. സോ റൈറ്റ് ആയിട്ടുള്ള കാര്യം റൈറ്റ് ആയിട്ടുള്ള സമയത്ത് ഈസി ആയിട്ട് കിട്ടുക, ദിസ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് അബണ്ടൻസ്. ആൻഡ് അബണ്ടൻസിൻ്റെ ഒരു പാർട്ടാണ് മണി. ആ മണിയിലേക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. എല്ലാ ദിവസവും നമ്മൾ നന്ദി പറയാം. നമുക്ക് ഓരോ രൂപ കിട്ടുന്നതിലും നന്ദി പറയാം. നമ്മുടെ അക്കൗണ്ടിനെ നമുക്ക് ബ്ലസ് ചെയ്യാം, ലവ് ചെയ്യാം. ഐ എം റിസീവിങ്, മൈ ബാങ്ക് അക്കൗണ്ട് ഇസ് ഓൾവേസ് റിസീവിങ് മണി, ഐ ആം ഓപ്പൺ ടു റിസീവ് മൈ ബ്ലെസ്സിങ്സ്. ഇതെല്ലാം നമുക്ക് അഫിർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇനി ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്. സേ ജസ്റ്റ് താങ്ക് യു ഫോർ എവ്രിതിങ്. Money will flow to you because you are content mode. Whenever you say thank you Shibla, thank you for the water, oh my god, thank you for the sunrise, thank you for my house, thank you for my husband, everything. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ തന്നെ you are in content mode. That is one of the highest vibration. So content മോഡിൽ ഇരിക്കുമ്പോൾ your subconscious mind will always attract the things what you make you content. സോ ഇതാണ് ഒരു ബേസ് ആയിട്ടുള്ള ടിപ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഭൂമി ത്രൂ ആണെങ്കിലും അങ്ങനെ നോക്കുന്ന ആളാണെങ്കിൽ കൂടെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഇത്രയും തിരക്കും കാര്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ച് നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ ആദ്യമേ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, വേണമെങ്കിൽ ഷിബില വിളിക്കൂ, ഞാൻ വരാം. ഐ എം വെരി ഹാപ്പി. ഐ എം സോ താങ്ക്ഫുൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് പേരുടെ ലൈഫിനെ ടച്ച് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് പേരുടെ ഹീൽ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത സെഷനിൽ ഇനി വീണ്ടും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. യു വെൽക്കം. മച്ച് ലവ്.